ഓണം ആഘോഷിക്കാനെത്തിയ ഗൾഫ് പ്രവാസികളുടെയും അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെയും നെഞ്ചിൽ തീ കോരിയിട്ട് ടിക്കറ്റ് കൊള്ള. വിമാന കമ്പനികളും സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും പല ഇരട്ടി നിരക്കാണ് ഈടാക്കുന്നത്. കൃത്യസമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ ജോലിയെ ബാധിക്കുമെന്ന പ്രവാസികളുടെ അവസ്ഥ വിമാന കമ്പനികൾ മുതലെടുക്കുകയാണ്. ഓണം ആഘോഷിക്കാനെത്തിയ ഗൾഫ് പ്രവാസികളുടെയും അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെയും നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ടിക്കറ്റ് കൊള്ള വിമാന കമ്പനികൾ നടത്തുന്നത്. വിമാന കമ്പനികളും സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരോടും പല ഇരട്ടി നിരക്കാണ് ഈടാക്കുന്നത്. ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ ജോലിയെ ബാധിക്കുമെന്ന പ്രവാസികളുടെ അവസ്ഥ വിമാന കമ്പനികൾ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബസമേതം മടങ്ങേണ്ട പ്രവാസികളുടെ യാത്ര പ്രതിസന്ധിയിലായിട്ടുമുണ്ട്. 4 അംഗമുള്ള ഒരു കുടുംബത്തിന് ദുബായിലേക്ക് മടങ്ങാൻ 3 ലക്ഷം രൂപയിലധികം ചിലവ് വരും. പശ്ചിമേഷ്യയിലെ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് സർവീസുകൾ വെട്ടിക്കുറച്ചതും യാത്രാദൈർഘ്യം കൂടിയതുമാണ് നിരക്ക് വർധനവിന് കാരണമായി വിമാന കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവോണ ദിവസമായ ഓഗസ്റ്റ് 26-ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ അറേബ്യയിൽ 10,344 രൂപ, ഇൻഡിഗോയിൽ 11,673, ഇത്തിഹാദിൽ 12,376 എന്നിങ്ങനെയാണ് നിരക്ക്. എന്നാൽ അതേ ദിവസം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മടങ്ങാൻ എമിറേറ്റ്സിന് 82,500, ഫ്ലൈ ദുബായ് 68,900, എയർ അറേബ്യ 64,500, ഇൻഡിഗോ 59,900, എയർ ഇന്ത്യ എക്സ്പ്രസ് 58,500 എന്നിങ്ങനെയാണ് ഈടാക്കുന്നത്. ഈ സമയത്ത് കേരളത്തിലേക്ക് യാത്രക്കാർ കുറവായതുകൊണ്ടാണ് നിരക്ക് കുറച്ചത്. തിരുവോണത്തിന് പിറ്റേന്ന് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് ട്രെയിനിൽ കൺഫേം ടിക്കറ്റുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം മുതലെടുത്താണ് സ്വകാര്യ ബസ്സുകളും നിരക്ക് കുത്തനെ കൂട്ടിയത്. സാധാരണ 1,200, 1,600 രൂപ ഈടാക്കുന്ന എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ ഈ മാസം 26-ന് 2,700 മുതൽ 3,200 വരെ രൂപ നൽകേണ്ടതുണ്ട്. എന്തായാലും ഓണം ആഘോഷിക്കാനെത്തിയ ഗൾഫ് പ്രവാസികളുടെയും അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെയും നെഞ്ചിൽ തീ കോരിയിടുകയാണ് വിമാന കമ്പനികൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.